ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. വാഴുന്ന തിരുനാമം കേൾക്കുന്ന ശിവശങ്കര ശംഭോ ശ്രീനീലകണ്ഠ. തിരുവൈക്യം വാഴുന്ന തിരുനാമം കേൾക്കുന്ന ശിവശങ്കര ശംഭോ ശ്രീനീലകണ്ഠ. തിരുവുത്സവ കൊടിയേറിടുമ്പോൾ എൻ്റെ പുറമാകെ പഞ്ചാക്ഷരം കൊണ്ടുപോകുന്നു. തിരുവുത്സവ കൊടിയേറിടുമ്പോൾ എൻ്റെ പുറമാകെ പഞ്ചാക്ഷരം കൊണ്ടുപോകും. നരനായി ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുന്നു ഞാൻ. നരകത്തിൽ നിന്നെ കരകയറ്റിയിടുന്നു തിരുവൈക്കം വാഴും ശിവശംഭോ. തിരുവൈക്കം വാഴും ശിവശംഭോ. തിരുവൈക്കം വാഴും ശിവശംഭോ. ഓം നമഃ ശിവായ. ഭാരതമൊട്ടുക്കുള്ള 108 ശിവാലയങ്ങളിൽ പ്രസിദ്ധവും ദക്ഷിണകാശി എന്നറിയപ്പെടുന്നതുമായ വൈക്കം മഹാദേവ ക്ഷേത്രം ആധ്യാത്മികമായും ചരിത്രപരമായും പ്രാധാന്യമർഹിക്കുന്ന മഹാശിവക്ഷേത്രം. വയ്യാഘ്രപുരം എന്ന പേരിൽ ഭാർഗവപുരാണം, സനൽകുമാര സംഹിത എന്നീ പുരാതന സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നതായ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വാണരുളുന്ന ശൈവ ചൈതന്യത്തിന്റെ ആവിർഭാവം ത്രേതായുഗത്തിലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ത്രേതായുഗത്തിൽ ഖരമഹർഷി ചിദംബരത്തിൽ തപസ് ചെയ്തു നേടിയ 3 ശിവലിംഗങ്ങളിൽ ഒന്നാണ് വൈക്കത്ത് പരശുരാമനാൽ പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടുവെന്ന് ഐതിഹ്യം പറയുന്നു. രാവിലെ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് കിരാതമൂർത്തിയായും വൈകിട്ട് പാർവതീ സമേതനായ സാംബശിവനായും ഭഗവാൻ 3 വ്യത്യസ്ത ഭാവങ്ങളിൽ ആശ്രിതർക്ക് അനുഗ്രഹവർഷം ചൊരിയുന്നു. ക്ഷേത്രത്തിന്റെ സംരക്ഷണ ചുമതല പരശുരാമൻ സ്തംഭവിനായകനെ ഏൽപ്പിച്ചു പോയതായിട്ടാണ് ഐതിഹ്യം. നിലകുന്തള എന്ന ദേവത അഗസ്ത്യമുനിയുടെ ശാപത്താൽ രാക്ഷസിയായി തീർന്നു. വ്യാഘ്രപാദപുരയിലെത്തിയ രാക്ഷസി ഭക്തർക്ക് പലവിധ ഉപദ്രവങ്ങൾ ചെയ്തു പോന്നു. ഭക്തജനശരണാർത്ഥം സ്തംഭഗണപതി തന്റെ ഭൃത്യനായ ഭദ്രായുസിനാൽ രാക്ഷസിയെ 3 ഖണ്ഡങ്ങളാക്കി വീഴ്ത്തി. അതിൽ മധ്യഖണ്ഡത്തിൽ നിന്നും ഉയർകൊണ്ട ദേവതയാണ് പനച്ചിക്കൽ ഭഗവതിയായി ക്ഷേത്രത്തിന്റെ ദക്ഷിണഭാഗത്ത് കുടികൊള്ളുന്നത്. വ്യാഘ്രപാദത്തറ ഏകദേശം 8 ഏക്കറോളം വിസ്തൃതിയുള്ള ക്ഷേത്ര തിരുമുറ്റത്തിന്റെ കിഴക്കേ ഗോപുരത്തിനടുത്തായി വ്യാഘ്രപാദത്തറ സ്ഥിതി ചെയ്തു. വൃശ്ചിക മാസത്തിലെ കൃഷ്ണാഷ്ടമി ദിനം ശൈവോപാസകനായ വ്യാഘ്രപാദ മഹർഷിക്ക് ഈ പുണ്യസങ്കേതത്തിൽ വെച്ചാണ് ഭഗവത് ദർശനം ലഭിച്ചത്. ആ പുണ്യദിനമാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായി കൊണ്ടാടപ്പെടുന്ന വൈക്കത്തഷ്ടമി. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ദക്ഷിണ ഭാഗത്തായി പനച്ചിക്കൽ ഭഗവതിയുടെ തൊട്ടു തെക്കു ഭാഗത്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കുടികൊള്ളുന്ന സർപ്പ ചൈതന്യങ്ങളെ കുടിയിരുത്തിയിരിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ചുറ്റമ്പലത്തിന്റെ പടിഞ്ഞാറ് വശത്തുള്ള തുറക്കാത്ത വാതിൽ. ഊരാഴ്മ ക്ഷേത്ര ഭരണകാലത്ത് ഭരണക്കാർ തമ്മിലുള്ള വൈരാഗ്യത്താൽ മറുവിഭാഗത്തിന്റെ വക തിരു അമൃതേത്ത് പൂജ മുടക്കുന്നതിനായി
നൈവേദ്യത്തിൽ മുറുക്കിത്തുപ്പിയ ഞള്ളലിൽ നമ്പൂതിരിക്ക് തൽക്ഷണം സർപ്പദംശനമേൽക്കുകയും മൃതപ്രായനായ നമ്പൂതിരിയെ ചുറ്റമ്പലത്തിന്റെ പടിഞ്ഞാറേ വാതിലിലൂടെ ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതിനുശേഷം ഇന്നുവരെ പ്രസ്തുത വാതിൽ തുറന്നിട്ടേയില്ല. ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന മഹോത്സവമാണ് വടക്കൂറത്തുപാട്ട്. 12 വർഷം കൂടുമ്പോൾ മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ 12 ദിവസം ക്ഷേത്രത്തിന്റെ വടക്കേ തിരുമുറ്റത്ത് പ്രത്യേകം നെടുമ്പര കെട്ടി ഭദ്രകാളി പ്രീതിക്കായി കളമെഴുത്തും പാട്ടും നടത്തുന്നു. അത്യപൂർവവും അതിവിശിഷ്ടവുമായ വടക്കുപുറത്ത് പാട്ടിന്റെ ആവിർഭാവം AD 929 അവസാനിച്ചു എന്ന് കരുതുന്ന വടക്കുംകൂർ രാജഭരണകാലത്താണ്. വടക്കുപുറത്ത് പാട്ടിനെ കുറിച്ച് ജനറൽ സെക്രട്ടറി പി ഗോപാലപിള്ള. വൈക്കക്ഷേത്രത്തിലെ വടക്കോർത്ത് പാട്ടിന്റെ ആരംഭം വടക്കൂർ രാജഭരണകാലത്താണെന്നാണ് ഐതിഹ്യം പറയുന്നത്. അക്കാലത്ത് ഈ ക്ഷേത്രത്തിന് സമീപമുള്ള എല്ലാ വീടുകളിലും പകർച്ചവ്യാധി പടർന്നു പിടിക്കുകയും അതിനെപ്പറ്റി രാജാവും ജനങ്ങളും വളരെ ദുഃഖിതരായിരിക്കുകയും അതിനെപ്പറ്റി ഒരു പ്രശ്നം വെച്ച് നോക്കിയതിൽ ഇത് കുജദോഷമാണെന്നും കുജദോഷം മാറാൻ വേണ്ടി ഭദ്രകാളി പ്രീതി വരുത്തണമെന്നും നിർദ്ദേശിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പോയി ഭജനമിരിക്കുകയും ഈ ഭജനമിരുന്ന നാളുകളിൽ ഒരു ദിവസം രാത്രിയിൽ രാജാവിന് ദേവി സ്വപ്ന ദർശനം കൊടുക്കുകയുണ്ടായി. സ്വപ്ന ദർശനം കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം അന്ന് അവിടുത്തെ വെളിച്ചപ്പാട് അരുളിപ്പാട് അനുസരിച്ച് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ വടക്കുവശത്ത് 12 വർഷത്തിൽ ഒരിക്കൽ ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നും അന്ന് അവിടെ ക്ഷേത്രാചാരപ്രകാരമുള്ള എല്ലാ കർമ്മങ്ങളും ദേവിക്ക് വേണ്ടി കളമെഴുത്തും പാട്ടും നടത്തണമെന്നും നിർദ്ദേശിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വടക്കുപുറത്ത് പാട്ട് നടന്നു വരുന്നത്. ഈ 1924 ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ഘട്ടത്തിൽ കിഴക്ക് വശത്ത് ഈ കഴിവേറ്റിന് വേണ്ടി ഉണ്ടായിരുന്ന ഒരു ഭഗവതിയെ, ആ ഭഗവതിയുടെ കഴുത്താൽ മാലയിട്ടതിന് ശേഷമാണ് ഈ കഴിവേറ്റുന്ന ആളിനെ കഴിവേറ്റാൻ കൊണ്ടുപോകുന്നത്. ആ മാല ആണ് കഴിവേറ്റുന്ന ആളിൻ്റെ കഴുത്തിലിടുന്നത്. ആ ഭഗവതിയെ അന്നത്തെ അവിടെ ഒരു റോഡുണ്ടായപ്പം ആരോ എങ്ങനെയോ അത് ഈ മതിൽക്കകത്ത് വരികയും അത് ഈ മതിൽക്ക് വടക്ക് വശത്ത് സ്ഥാപിക്കുകയും ചെയ്തു. ആ ഭഗവതിയുടെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടായതാണ് ഇത് നിൽക്കാനൊരു കാരണമെന്നും അന്ന് പറയുന്നുണ്ട്. 1964 ഒരു അഷ്ടമി കഴിഞ്ഞ് ആറാട്ട് ദിവസം ഇവിടെ വന്നതിന് ശേഷം ഈ കിണറ്റുപരമാളിയേക്ക് ഒരു അഗ്നിബാധ ഉണ്ടായി. ഈ കിണറ്റുപരമാളിയേക്ക് അഗ്നിബാധ ഉണ്ടായതിനെ ചൊല്ലി ഇവിടെ ഭക്തജനങ്ങളും അധികാരികളും എല്ലാം കൂടി ആലോചിച്ച് ഒരു ദേവപ്രശ്നം നടത്തി. ദേവപ്രശ്ന വിധിപ്രകാരം ഈ ഭഗവതിയെ ഈ ക്ഷേത്രത്തിൽ നിന്നും പുറത്തൊരു സ്ഥാനത്തേക്ക് മാറ്റിയിരുത്തണമെന്നും മുടങ്ങിക്കിടന്നിരുന്ന വടക്കോർത്ത് പാട്ട് പുനരാരംഭിച്ച് നടത്തണമെന്നും പറഞ്ഞു. ആ കാലഘട്ടങ്ങളിലും ഇവിടെ ഈ രോഗലക്ഷണങ്ങൾ എല്ലാ വീടുകളിലും ആൾക്കാരിലും കണ്ടു തുടങ്ങിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് ഒരു കൊല്ലത്തെ പ്രയത്നം അനുസരിച്ചാണ് 1965 ഈ പാട്ട് പുനരാരംഭിക്കുന്നത് നടക്കുകയാണ്. അങ്ങനെ 77 നടന്നു, 89 നടന്നു, ഇപ്പോൾ ഈ 2001 നടന്നു. ഇത് ഏതാണ്ട് ഒരു 200-250 ആൾക്കാരുടെ യുവജനങ്ങളുടെയും തന്നെ പറയാം ആത്മാർത്ഥമായ ഒരു 4 മാസത്തെ കഠിന പരിശ്രമം കൊണ്ടാണ് നടക്കാനിടയായത്. 77 മിച്ചം വന്ന എമൗണ്ട് കൊണ്ടാണ് നമ്മൾ ആ വടക്കേ കവലയിലെ ഗോപുരം പണിത്. ഗോപുരത്തിന് ബാക്കി പോരാത്ത എമൗണ്ട് ദേവസ്വം ബോർഡ് കൂടിയിട്ടാണ് ആ ഗോപുരം പണിത്. 89 വന്ന ബാലൻസ് കൊണ്ടാണ് ഇപ്പോൾ വടക്കേ നടയിൽ ദേവസ്വം റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ് 7 മുറിയുള്ളൊരു കെട്ടിടം നമ്മൾ പണിത്. ഭക്ത ജനങ്ങൾക്ക് മിതമായ വാടകയ്ക്ക് നല്ല സൗകര്യത്തോടുകൂടി എല്ലാ അറ്റാച്ച് മുറികളോടുകൂടി വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുക.